ഇനി കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് ഇപ്പോഴും തുടരുകയാണ്. കലാരാജുവിന്റെ പരാതിയിൽ എഫ്ഐആർ ഇട്ടെങ്കിലും പോലീസ് ഇനിയും നടപടിയെടുത്തിട്ടില്ല. കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. CPM കൗൺസിലർമാരുമായി കലാരാജു സംസാരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കലാരാജുവിന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വൈദ്യസഹായം നൽകുന്നതും വനിതാ പ്രവർത്തകർക്കിടയിൽ കലാരാജു ഇരിക്കുന്നൊക്കെയായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ CPM തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF നേതാക്കൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അനൂപ് ജേക്കബ് MLA വരെ വരികയാണ്. എന്താണ് ആ കേസ്? കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ LDFന്റെ പരാതിയിലുള്ള കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ അനൂപ് ജേക്കബ് MLA അടക്കം 50ഓളം UDF നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ആദ്യാവസാനം അനൂപ് ജേക്കബ് MLA കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുന്നിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയർമാൻ അടക്കമുള്ളവർ ചെയർപേഴ്സൺ അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലും അന്വേഷണം ഉണ്ടാകേണ്ടതിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന കൗൺസിലറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ പരാതിയിൽ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും നഗരസഭാ ചെയർപേഴ്സണെയും ഒക്കെ തന്നെയാണ് അതിൽ പ്രതികരിച്ചിരിക്കുന്നതെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് CPM കൗൺസിലറെ CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ വാഹനം പോലും കണ്ടെടുക്കാനോ പിടിച്ചെടുക്കാനോ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിലെ വിരോധാഭാസം എന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ഇപ്പോൾ ഈ നേതാക്കളെ കണ്ടെത്താനോ ഇതിലെ പ്രതികളെ പിടികൂടാനോ ഉള്ള ഒരു നീക്കവും നടക്കുന്നതായി നമുക്ക് ഒരു സൂചനയുമില്ല. എന്താണ് പോലീസിന് സംഭവിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ കൺമുന്നിൽ മൂവാറ്റുപുഴ DYSPയും കൂത്താട്ടുകുളം CAയും അടക്കം ഏതാണ്ട് 10-25ഓളം പോലീസുകാർ നിൽക്കുമ്പോഴാണ് നഗരസഭാ ചെയർപേഴ്സന്റെ കാറിലേക്ക് കലാരാജുവിനെ പിടിച്ച് ബലമായി കയറ്റി കൊണ്ടുപോകുന്നത്. അതിനെല്ലാം മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. ആ വാഹനത്തിന് പോലീസ് വഴിയൊരുക്കി ഡോർ അടച്ചു കൊടുത്തത് DYSP ആണ്. ഈ ആരോപണങ്ങളൊക്കെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് അടക്കം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഈ കേസിൽ. CPM ഇതിന് പറയുന്ന ഒരു ന്യായീകരണം എന്നത് CPMന്റെ കൗൺസിലറാണ്. ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ ഇപ്പോൾ ഈ നഗരസഭ ഇരിക്കുന്ന വാർഡിൽ നിന്ന് ജയിച്ച കൗൺസിലറാണ് കലാരാജു. തങ്ങളുടെ കൗൺസിലറെ തങ്ങൾ എന്തിന് തട്ടിക്കൊണ്ടുപോകണമെന്ന ചോദ്യമാണ് തിരിച്ച് CPM ചോദിക്കുന്നത്. തങ്ങളുടെ കൗൺസിലറെ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ കേരള പോലീസ് എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ ഈ തരത്തിൽ അതിക്രമിച്ചിട്ട് വസ്ത്രാക്ഷേപം വരെ നടത്താൻ ആ തരത്തിൽ വരെ അവരോട് ഇടപെടൽ ഉണ്ടായി എന്ന് അവർ പറയുന്നിടത്താണ് അവർ നൽകിയിട്ടുള്ള പരാതിയിൽ ഇനിയും ഒരു കേസെടുക്കാതെ. ബിനിൽ ചോദിച്ച പോലെ ഇത് എന്തൊരു വിരോധാഭാസമാണല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇടപെടേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസ് ഇതുവരെ ഇടപെടുകയോ ഏതെങ്കിലും ഒരാളെ പിടികൂടുകയോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അതിനനുസരിച്ചൊരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. കാരണം ഒരു നടു റോട്ടിൽ ഒരു കൗൺസിലർ അപമാനിക്കപ്പെട്ട ഒരു സംഭവം കൂടിയാണിത്. ഒരു തട്ടിക്കൊണ്ടുപോകലിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. തൻ്റെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. CPM ശരിക്കും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കാരണം ഒരു നഗരസഭാ ഭരണം സംരക്ഷിക്കാൻ വേണ്ടി അവർ സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്നു. അതിലൂടെ അവർ നേരിട്ട അപമാനം, പൊതുമധ്യത്തിൽ അവർ നേരിട്ട അപമാനം, അതവർ തുറന്നു പറയുമ്പോൾ ഈ സ്ത്രീകളുടെ സുരക്ഷ അത് അവകാശപ്പെടുന്ന സർക്കാരിന് മേൽ വലിയൊരു ചോദ്യചിഹ്നമായി ഈ കൂത്താട്ടുകുളത്തെ സംഭവം മാറുകയാണ്. CPM ഔദ്യോഗികമായി ജില്ലാ സെക്രട്ടറിയോ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളോ ഒന്നും തന്നെ ഇതിലൊരു പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും പ്രസക്തമാണ്.